ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് CRNA സ്കൂളിലേക്കുള്ള ഷാഡോയിങ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അതായത് CRNA സ്കൂളിലെ ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഷാഡോയിങ് എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ട് ഷാഡോയിങ് എക്സ്പീരിയൻസ് എന്ന് കേട്ടത് തന്നെ CRNA സ്കൂളിലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ. എനിക്ക് നാട്ടിൽ വെച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. എൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ ഹയർ ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഞാൻ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഷാഡോയിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി യു ആർ ഫോളോയിങ് എ CRNA ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദ ഡേ. അത് നമ്മൾക്ക്, അതായത് ആപ്ലിക്കൻസിന്, ഞാനിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ടിട്ട് ആപ്ലിക്കൻസിന് ഈ ജോബ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരവസരം കൂടിയാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് പ്രോബബ്ലി എ വെരി ലുക്രേറ്റീവ് കരിയർ. പക്ഷേ നമ്മളൊരു ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കയറി കഴിയുമ്പോഴാണ് അവിടുത്തെ ചാലഞ്ചസ് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റിംഗ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ പുറത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയല്ല. കുറച്ച് ചില സമയത്ത് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബിക്കം സ്ലൈറ്റ്ലി ചാലഞ്ചിങ്. രണ്ടാമത്തെ കാര്യം നോയ്സ്. എന്നെ ബോധർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നോയ്സ് ഇൻ ദി ഓപ്പറേറ്റിംഗ് റൂം. ചിലപ്പോൾ മ്യൂസിക് ക്യാൻ ബി വെരി ഹൈ. നമ്മുടെ മോണിറ്റേഴ്സ് ഓബിയസ്ലി ഭയങ്കര ശബ്ദത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് ചിലപ്പോൾ ചിലർക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നാം. പിന്നെ ലോങ് അവേഴ്സ് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു ഗോ ടു ദ റെസ്റ്റ് റൂം ഓർ നോട്ട് ബീങ് ഏബിൾ ടു ഡ്രിങ്ക് സം വാട്ടർ, ഇതൊക്കെ ചിലവരെ ബോധർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഷാഡോയിങ് എക്സ്പീരിയൻസ് എന്ന് പറയാം. മാത്രമല്ല ജോബ് എന്താണെന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് കണ്ടുപഠിക്കാനും, CRNAസിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എത്രത്തോളം ഉത്തരവാദിത്തം നമ്മളുടെ തലയിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരവസരമാണ് ഷാഡോയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദ അതർ സൈഡ്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ക്ലിനിക്കലി നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു ഷാഡോയിങ് എക്സ്പീരിയൻസിന് ഒരു കുട്ടിയെ കിട്ടുമ്പോൾ, ഒരു കാൻഡിഡേറ്റിനെ കിട്ടുമ്പോൾ, നമ്മൾ ഫ്രം ദ മൊമെൻറ്റ് ദേ ടെക്സ്റ്റ് യു ഓർ കോൾ യു ആൻഡ് ലെറ്റ് യു നോ ദാറ്റ് ദേ ആർ ഗോണ ബി ഷാഡോയിങ് വിത്ത് യു, ആ മൊമെൻറ്റ് മുതൽ നമ്മൾ ആ കുട്ടിയെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെയാണ് ഷാഡോ ചെയ്തിരിക്കുന്നതെങ്കിൽ എൻ്റെ ഇൻപുട്ട് ആ കുട്ടിയുടെ ആപ്ലിക്കേഷനിൽ വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. ഫോർ വൺ, ഓൾവേസ് ബി ഓൺ ടൈം. താമസിച്ച് വരുന്ന കുട്ടികളെ നമ്മൾ അപ്പം തന്നെ, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുട്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കേസിൽ വന്ന് ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഇത്തിരി ചാലഞ്ചിങ് തന്നെയാണ്. അപ്പം ഓൾവേസ് ബി ഓൺ ടൈം. ആ സമയത്ത് നിങ്ങളുടെ ഔചിത്യം, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ ഷാഡോ ചെയ്യുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലല്ലായിരിക്കാം. അപ്പോൾ അവിടുത്തെ ഒരു കാര്യങ്ങളിലും തൊടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ തൊടാതിരിക്കുക. ആ ഒരു ഔചിത്യം തിരിച്ചറിഞ്ഞ് പെരുമാറുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ 2009 ഞാൻ ഷാഡോയിങ് എക്സ്പീരിയൻസിന് പോകുന്നത്. ഞാൻ 2006 ഞാൻ US വന്നപ്പോൾ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെ ഷാഡോ ചെയ്യുന്ന, അതായത് ഞാൻ ഏത് CRNA ആണോ ഷാഡോ ചെയ്തത്, അവരെനിക്കൊരു സ്റ്റൂൾ വന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ, ഒന്നും തൊടാൻ നിൽക്കരുത് എന്ന് പറയും. പിന്നെ ഇവരെൻ്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല. ലൈക്ക് ഷി വാസ് ടോട്ടലി ഇഗ്നോറിങ് മീ ഫോർ ദ ഹോൾ ഡേ. അങ്ങനെ ഇരുന്ന് ഒരു കേസ് ചെയ്തു, 2 കേസ് ചെയ്തു. 3ാമത്തെ കേസ് വന്നപ്പോഴേക്കും ഞാനിങ്ങനെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇവർ ഫോളോ ചെയ്യണം, നമ്മൾ ഈ പ്രീ ഓപ്പിൽ ഫോളോ ചെയ്ത് ഒരു പ്രീ ഓപ്പ് ചെയ്യുന്ന കാരണം പേഷ്യൻസിനകത്തേക്ക് കൊണ്ടുവരും, ഇതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മളൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ ആ പേഷ്യൻറ്റിന് ECGയിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഒരു കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു ECG ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അവരോട് ചോദിച്ചു, "Can I ask you a question?" എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് തരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഇയാൾക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ഹർ ടെൻഷൻ ടേൺഡ് ഓൺ മീ. എന്നിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഷി വാസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മീ. പക്ഷേ വാട്ട് എവർ, അതെനിക്കൊരു ഡോർ തുറന്നു തന്നു. പിന്നെ ആൾ എൻ്റെ അടുത്ത് ഭയങ്കര വാമായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നെ മറ്റ് CRNAസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു കോൺടാക്ട് പേഴ്സൺ എനിക്ക് തന്നു, ഇയാളെ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. ഞാൻ ആകെ അപ്ലൈ ചെയ്തത് US-ലാണ്. എനിക്ക് അവിടെ ഭാഗ്യത്തിന് കിട്ടി. പിന്നീട് എന്നെ പഠിപ്പിക്കുന്ന ഒരു മെൻറ്ററായിരുന്നു, പിന്നെ ലെക്ചറായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. ബിക്കോസ് ഐ ഓൾസോ വർക്ക് ദെയർ ഫോർ ഫ്യൂ ഇയേഴ്സ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഈ സംഭവം പുള്ളിക്കാരിയെ ഓർമ്മപ്പെടുത്തി, ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ആൾ ചെയ്തിരുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ENT സർജറീസ് ആയിരുന്നു. ENT സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, എയർവേ ട്യൂമർ, എയർവേ മാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അണ്ടർ എ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ, കാരണം ഇറ്റ്സ് എൻ എയർവേ കേസ്. അപ്പോൾ അതിനിടയിൽ ഒരു ഷാഡോ കിട്ടുക എന്നുള്ളത് സംടൈംസ് ഇറ്റ് ക്യാൻ ബി സ്ലൈറ്റ്ലി
ഇന്നപ്രോപ്രിയേറ്റ്, മനസ്സിലായോ? അവർക്ക് ആ സ്ട്രെസ്സ് കൊടുക്കുന്നതും ചിലപ്പോൾ ശരിയല്ലാതെ വരാം. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. അവൾക്ക് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എൻ്റെ അടുത്തേക്ക്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഇത്രയും നല്ല തങ്കപ്പെട്ട ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ അവസരവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസസ് പുറത്ത് കാണിക്കാനുള്ളൊരു അവസരമാണ്. അതിനൊരു ഔചിത്യം എന്നുള്ളൊരു സംഭവം മാത്രം, അതിലൊരു മെച്യൂരിറ്റി മാത്രം കാണിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യത്തിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത്, നിങ്ങളുടെ കരിയറിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ഷാഡോയിങ് എക്സ്പീരിയൻസ് നേടിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഔട്ട് പേഷ്യൻറ്റ് സർജറി, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് CRNAs ഉണ്ട്. അവിടുത്തെ സിസ്റ്റം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പോൾ CRNAs തന്നെ പ്രീ ഓപ്പ് ചെയ്യണം, CRNAs തന്നെ അത് ബൈ ദംസെൽവ്സ് എവ്രിവെയർ, യുനോ. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണോ? പിന്നെ മേജർ ലൈക്ക് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വളരെ സിക്കായിട്ടുള്ള ICU പേഷ്യൻസിൻ്റെ ഓപ്പറേറ്റിംഗ് റൂംസ്, അതായത് വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ പോലെ, അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്കും തിരിച്ചറിയാനുള്ള ഒരവസരമാണ്. അതുകൊണ്ടിട്ട് ഷാഡോയിങ് എക്സ്പീരിയൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഷാഡോയിങ് എക്സ്പീരിയൻസിൻ്റെ അന്ന് CRNAs നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ റിപ്പോർട്ട് ആപ്ലിക്കേഷൻ കമ്മിറ്റിക്ക് കൊടുക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഷാഡോയിങ് എക്സ്പീരിയൻസ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ കരുതുക. അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്.